കരയുന്നത് എന്തിനാ? പാറന്നൂർ ഉസ്താദ് വഫാത്തായപ്പോ എന്തിനാ സഹോദരങ്ങളെ കരഞ്ഞിട്ട് കാര്യമില്ല? ആ മനുഷ്യൻ മഹാഭാഗ്യവാനാണ്. ആ മനുഷ്യൻ മഹാഭാഗ്യവാനാണ്. പാറന്നൂർ ഉസ്താദിന്റെ വസതി സന്ദർശിച്ചിട്ട് ഞാൻ തിരിച്ചിറങ്ങുമ്പോ പ്രിയപ്പെട്ട മകൻ എന്നോട് പറഞ്ഞു, പത്രേ പാറന്നൂർ ഉസ്താദ് ആ വീടിന്റെ ഉമ്മറ പടിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഖജനാവിന്റെ താക്കോല് ആ മനുഷ്യന്റെ കയ്യിലുള്ളിലാണ്. സമസ്തയുടെ ട്രഷററാണത്രേ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഖജനാവിന്റെ താക്കോല് പിടിച്ച മനുഷ്യന്റെ വീടിന്റെ ഓട് ഇതേവരെ മാറിയിട്ടില്ല. സമസ്തയുടെ ഖജനാവിന്റെ താക്കോല് ആ പുഞ്ചിരിച്ചു മരിച്ച മനുഷ്യന്റെ കയ്യിലാണ്. ആ മനുഷ്യന്റെ വീട്ടിലേക്ക് തലകുനിച്ചിട്ടാണ് ഞാൻ കയറിപ്പോയത്. കയറി പോകുന്നതിന്റെ ഇടഭാഗത്തൊരു മരക്കട്ടില്. ആ മരക്കട്ടിൽ ഇരുന്നപ്പോ അറിയാതെ തലയിലൊരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ വള്ളി തട്ടി. എങ്ങനെയാണ് പറയാതിരിക്കുക? തിരിഞ്ഞു നോക്കിയപ്പോ മകനാണ് പറഞ്ഞത്, ഉസ്താദേ മരിക്കുന്നത് വരെ ഉപ്പ സ്റ്റൂളിൽ ഇരുന്ന് നിസ്കരിച്ചിട്ടില്ല. കരിക്കോലിൽ കെട്ടിത്തൂക്കിയ പ്ലാസ്റ്റിക് വള്ളിയിൽ ആ വയസ്സിന്റെ കാലഘട്ടത്തിൽ, അവസരയുടെ കാലഘട്ടത്തിലും ആ പ്ലാസ്റ്റിക് കയറിൽ പിടിച്ചിട്ട് നേട്ടിരുന്ന് നിസ്കരിക്കുമായിരുന്നു. മരണത്തിന്റെ തലേ ദിവസം രാത്രി ഇശാ നിസ്കരിക്കാൻ തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയി. ഒരാൾ താങ്ങി പിടിച്ചിട്ടാണ് ഇശാ നിസ്കരിച്ചത്. ശരീരത്തിന്റെ അവസര കാരണത്താൽ രണ്ടാമത് സുന്നത്ത് നിസ്കരിച്ചത് ഇരുന്നിട്ടാണ് നിസ്കരിച്ചത്. വിത്തറായപ്പോ തളർന്നു. പിന്നീട് വിത്ര നിസ്കരിച്ചത് കിടന്നിട്ടാണ്. പള്ളിയിൽ കിടന്നിട്ടൊരു മനുഷ്യൻ വിത്ര നിസ്കരിച്ചത്രേ. മരണത്തിന്റെ തലേ ദിവസം രാത്രി, നാളെ ഞാൻ പോവുകയാണ്, എന്റെ റൂഹിൽ നീരിലേക്ക് പോവുകയാണ്, ഞാൻ എന്റെ റബ്ബിനെ കാണാൻ പോവുകയാണ്, എന്റെ സ്വർഗ്ഗത്തിന്റെ കവാടം തുറക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരോ ചോദിച്ചു, ഉസ്താദേ എന്തിനാ പള്ളിയിൽ വന്നിട്ട് വിത്ര കിടന്ന് നിസ്കരിക്കുന്നത്? ഇതല്ലേ മഹാന്മാർ, ഇതല്ലേ മഹാൻ? ഈ ദിവസം രാത്രി ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ ഏത് ദിവസമാണ്? ഇന്നത്തെ രാത്രി എനിക്ക് നഷ്ടപ്പെടുത്താനുള്ളതല്ല. അന്നത്തെ രാത്രി ഒടുക്കത്തെ രാത്രിയായി. ഇതേ ദിവസം പുഞ്ചിരിച്ചുകൊണ്ട് ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് കടന്നുപോയി. പൊന്നുമോനെ, നമ്മുടെ വീട്ടിലും ഒരു പ്ലാസ്റ്റിക് ചരടുണ്ട്. അതെന്തിനെന്നറിയോ? 2 ഏക്കർ വസ്തു പിടിച്ചെടുക്കാൻ കൂടെ പറപ്പിൽ ഉറങ്ങുമ്പോൾ കഴുത്തിൽ കുരുക്കാനുള്ള പ്ലാസ്റ്റിക് കയറും കയ്യിൽ ചുരുട്ടി വെച്ച മനുഷ്യരനാൾ ഇന്ന് രാവിലെ പത്രത്തിൽ കണ്ടത്. കാമുകന്റെ രജിസ്റ്റർ വിഭാഗത്തിന് വരാൻ താമസിച്ചപ്പോ 10-12 വയസ്സുള്ള പൊന്നോമന മക്കളെ കഴുത്തിൽ കുരുക്കിക്കൊണ്ടിട്ട് സീനത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു അത്രേ. നമ്മുടെ വീട്ടിലും പ്ലാസ്റ്റിക് കയറുകൾ, കൂടെ പറപ്പിനെ കൊല്ലാനുള്ള കൊലക്കയറുകൾ, തങ്ങളെ കൊല്ലാനുള്ള കൊലക്കയറുകൾ. പാറന്നൂർ ഉസ്താദിന്റെ വീടിന്റെ കഴിക്കോര് ഒരു പ്ലാസ്റ്റിക് കയറി തൂങ്ങി കിടക്കുന്നുണ്ട്. നാളെ പരലോകത്തിൽ അടയാളമായി ഇങ്ങോട്ട് നോക്ക്, സഹാബിയുടെ കഥയല്ല ഇത്, താബിയുടെ കഥയല്ല. ഇതൊക്കെ നിനക്ക് മോശമായത്. മരിച്ചുപോയവരെ ഞാൻ പരലോകത്ത് ജീവൻ നൽകി എഴുന്നേൽപ്പിക്കുമത്രേ. ആ എഴുന്നേൽപ്പിക്കുന്ന നേരം ഇനി ഒരൊറ്റ ആയത്താണ് നമ്മുടെ വിഷയം. കദ്ദമോ, ഞാൻ അവർ ജീവിതത്തിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ചെയ്തത് മാത്രമല്ല, വാസാറഹും, അവർ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ട് പോയ അവരുടെ അവശേഷിപ്പുകൾ അത് ഞാൻ പരലോകത്ത് കൊണ്ടുവരും. നാളെ മഹിശറയിൽ സ്വന്തം വീടിന്റെ മോന്തായത്തിലെ കഴുക്കോലിൽ തൂങ്ങിക്കിടക്കുന്ന മഞ്ഞ പ്ലാസ്റ്റിക് കയറ് പാറന്നൂർ ഉസ്താദിന് വേണ്ടി ശബാത്ത് ചെയ്യും. എന്നിൽ പിടിച്ചിട്ടാണ് ഈ മനുഷ്യർ അവസ്ഥയുടെ വിവശതയുടെ കാലഘട്ടത്തിലും എഴുന്നേറ്റ് നിന്ന് പടച്ചറപ്പിന്റെ മുമ്പിൽ നിസ്കരിച്ചത്. ഈ നഗരിയ മഹാന്റെ പേരിലാണ്. അവൻ ജീവിതത്തിൽ ഉപേക്ഷിച്ചതെല്ലാം എന്റെ നീതിമാനായ എന്റെ മുമ്പിൽ ഞാൻ എത്തിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പ്ലാസ്റ്റിക് പേര് ഒരു മനുഷ്യന് വേണ്ടി നാളെ സാക്ഷി നിൽക്കുമെങ്കിൽ പറഞ്ഞു ഉസ്താദിന്. അല്ലാഹു നമ്മളെ ആക്കി തരട്ടെ.